ഭട്ടൂരയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പനീർ ബുർജി മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരപ്പ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഒപ്പം കുറച്ച് നെയ്യോ ബട്ടറോ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. എണ്ണ തെളിഞ്ഞ് വന്നില്ലെങ്കിൽ ഈ ചേർത്ത കാര്യങ്ങളുടെ എല്ലാം പച്ചമണം വരും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോഴേ മസാല നന്നായിട്ട് പാകാവുള്ളൂ. അതിലേക്ക് നമ്മൾ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർക്കുക, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കൂടരുത്, കാരണം നമുക്ക് ഇതിൻ്റെ മധുരമല്ല വേണ്ടത്, അതിൻ്റെ ഒരു ഫ്ലേവറാണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. അത് 150 ഗ്രാം പനീറുണ്ട്, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കാഷ്നട്ടൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല, കസൂരി മേത്തി, ജീരകപ്പൊടി എല്ലാതും ചേർത്ത് കൊടുക്കാം. അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർത്താൽ നമ്മുടെ പനീർ ബുർജി മസാല റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പിയാണ്.